കേരളത്തിലെ നക്സൽ നേതാവായ മുണ്ടൂർ രാവുണ്ണിക്ക് 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. മുണ്ടൂർ രാവുണ്ണിയെപ്പറ്റി കൂടുതൽ നമ്മൾ അറിഞ്ഞത് കൊങ്ങാട് നാരായണൻകുട്ടി കൊലക്കേസ് സമയത്താണ്. കേരളത്തിലെ CPM പ്രവർത്തകനായി പാലക്കാട്ട് ജനിച്ച ഇദ്ദേഹം ആ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തമിഴ്നാട്ടിലും പാലക്കാടിൽ നിന്നൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ പാർട്ടി രണ്ടായി. അദ്ദേഹം മാവോയിസ്റ്റ് ഐഡിയോളജിയിലേക്ക് പോയി. CPM-ലോ CPI-ലോ പോയില്ല, പകരം മാവോയിസ്റ്റ് ഐഡിയോളജിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു മുണ്ടൂർ രാവുണ്ണി. മുണ്ടൂർ രാവുണ്ണി കേരളത്തിലെ നക്സൽ കൊലപാതകങ്ങൾ വളരെയധികം നടത്തിയതിൻ്റെ പിന്നിലെ ബ്രെയിനായിരുന്നു. അതുപോലെ 1907 ജൂലൈ 30 കൊങ്ങാട് എന്ന സ്ഥലത്ത് അവിടുത്തെ ജന്മിയായിരുന്ന നാരായണൻകുട്ടി നായരെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നക്സൽ പ്രവർത്തകരും മുണ്ടൂർ രാവുണ്ണി ഉൾപ്പെടെയുള്ളവർ ചെന്നു. 7-7:30 മണിക്ക് ആ വീട്ടിൽ ചെന്ന് കയറി സ്ത്രീകളെയും കുട്ടികളെയെല്ലാം ആ വലിയ വീടിൻ്റെ അകത്ത് ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അവരുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഊരി വാങ്ങി. അവരുടെ ജോലിക്കാരുടെ സ്വർണ്ണം ഊരി വാങ്ങിയെങ്കിൽ ജോലിക്കാരാന്ന് പറഞ്ഞപ്പം അത് മടക്കി കൊടുത്തു. അതിനുശേഷം അവർ നാരായണൻകുട്ടിയെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റി അവിടെ മതിലിൽ വെച്ചു. ഏറ്റവും ക്രൂരമായ കേരളം കണ്ട ഒരു കൊലപാതകമായിരുന്നു അത്. കൊങ്ങാട് ഇപ്പോൾ അവിടെ MLA ഉണ്ട്. അന്ന് കൊങ്ങാടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രശസ്തമായ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. കൊങ്ങാടിലെ കഥകളിയുടെ വളരെയധികം ആചാര്യന്മാരുണ്ടായിരുന്നു, സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു. നല്ല പ്രസിദ്ധരായ പല ബ്രാഹ്മിൻസിൻ്റെ വസതി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊങ്ങാട് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടുത്തെ ജന്മിയായ നാരായണൻകുട്ടി നായരെയാണ് 1970 ജൂലൈ 30 തല വെട്ടി മാറ്റിയത്. അതിനുശേഷം 1971 ഇവരെ ഒക്കെ അറസ്റ്റ് ചെയ്ത ശേഷം 1971 ഇവര് ജയിൽ ചാടി 9 പേര്. അത് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ജയിൽ ചാട്ടമായിരുന്നു. ജയിലിരുന്ന് 9 നക്സലുകാർ അവിടുത്തെ ഭിത്തിയിൽ ഒരാൾക്ക് കഷ്ടിച്ചു പോകുന്ന ഒരു തുളയുണ്ടാക്കി. അതിന് ആയുധങ്ങളൊന്നുമില്ല. അവർ വളരെ ശ്രമഫലമായി ആണ് ആ തുളയുണ്ടാക്കി അതിൽ കടന്ന് പുറത്ത് ചാടിയത്. അതിനുശേഷം അവർ 9 പേരും 9 വഴിക്ക് പോയി. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 15 വർഷത്തോളം മുണ്ടൂർ രാവുണ്ണി ജയിലിൽ കിടന്നു. അതിനുശേഷം പുറത്തിറങ്ങി. നാരായണൻകുട്ടി കൊലക്കേസിന് ജീവപര്യന്തം തടവായിരുന്നു. 15 വർഷം കഴിഞ്ഞപ്പം പോയി. നല്ല എഴുത്തുകാരനും ലളിതമായ ഭാഷ ഉപയോഗിക്കുന്നതും തനതായ ഒരു ഭാഷാശൈലി രൂപപ്പെടുത്തിയ വ്യക്തിയാണ് മുണ്ടൂർ രാവുണ്ണി. ആഴമുള്ള ചരിത്രബോധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. വളരെ ലളിതമായ ഭാഷയിലാണ് അത് എഴുതുന്നത്. ഗ്രാമീണ ഭാഷയിൽ എഴുതും. അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ കൂടെ വന്ന കള്ളി എന്ന ഒരു കവിത, മുന്തിരി എന്നൊരു കവിതയുണ്ട്, മാവം എന്നൊരു പുസ്തകം തന്നെയുണ്ട് കവിത, അച്ഛൻ എന്നൊരു കവിതയുണ്ട്. കൊങ്ങാടും പരിസരങ്ങളിലുമൊക്കെ സഞ്ചരിച്ച അദ്ദേഹം പാലക്കാട് മുണ്ടൂർ എന്ന അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് ഏകദേശം 18 കിലോമീറ്ററുള്ള സ്ഥലമാണ് കൊങ്ങാട്. നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായിട്ട് തന്നെയാണ് മുണ്ടൂർ രാവുണ്ണിയെ കരുതുന്നത്. ഞാൻ വടകര അഡീഷണൽ SP ആയിരിക്കും മുണ്ടൂർ രാവുണ്ണി. സംഘവും കാട്ടിക്കൂടെ നടന്ന് അവിടെ വയനാടുകളടുത്ത് വന്നെന്നറിഞ്ഞു. അവിടെ കാട്ടിൽ വെച്ച് അവിടുത്തെ പോലീസ് ഇവരെ പിടിച്ചു. പക്ഷേ ഇത് മുണ്ടൂർ രാവുണ്ണിയാണ് നക്സലുകാരെന്ന് അറിയാതെ അവരെ ചോദ്യം ചെയ്ത് പറഞ്ഞു വിട്ടു.
പക്ഷേ അന്ന് ഗുണ്ടൂർ രാവുണ്ണി വാണ്ടഡ് ആയിരുന്നു. ആ വിവരം ഞാൻ അവിടുത്തെ ഇന്റലിജൻസ് ഓഫീസറായിട്ട് വന്നു കഴിഞ്ഞപ്പം ആ വിവരം അത് പിന്നീട് മനസ്സിലായി. അത് മുണ്ടൂർ രാവുണ്ണിയും അന്നത്തെ ചൈനയിലെ അംബാസഡറായിരുന്ന എറണാകുളംകാരനായ അയാളുടെ മകനും നക്സലാണ്. അയാൾ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നും അറിയപ്പെടാത്ത ഒരാൾ, അയാൾ പാലായിലെ അല്ല പൂഞ്ഞാറിനും അടുത്ത് ഉള്ള ഒരു വ്യക്തി അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അയാൾ നക്സൽ ആദർശത്തിൽ പോകുന്നതാണ്. പക്ഷെ ഇന്ന് ധാരാളം എഴുത്തും വായനയും ഒക്കെ ആയിട്ട് മുണ്ടൂർ രാവുണ്ണി പാലക്കാട് തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ആഴമുള്ള ചരിത്രബോധമുള്ള അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാത മാറിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇപ്പോഴേ 80 വയസ്സെത്തിയെങ്കിലും ഇപ്പോഴും തന്നെ വളരെ നല്ല ആരോഗ്യത്തോടെ തന്നെ അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, വായിക്കുന്നു. അദ്ദേഹത്തിനെ പറ്റി ഒരു ആർട്ടിക്കിൾ 1-2 പത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. കാരണം 1984 ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുകയും ഇതുപോലെയുള്ള ചില അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെ അദ്ദേഹം പടപൊരുത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കിടക്കുന്നത്. റാഡിക്കൽ ലെഫ്റ്റ് വിങ് എന്ന ഇന്ത്യയിലെ ഒരു നക്സലിൻ്റെ ലീഡറായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ എല്ലാവരും അദ്ദേഹത്തിനെ കാണുന്നത്. ബുദ്ധിജീവിയായ അദ്ദേഹത്തിന് പാലക്കാട് തന്നെ ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞെന്നുള്ള ചില വാർത്തകൾ അതിൽ കൂടുതലുണ്ടാകാനാണ് സാധ്യത. അതും വെളിയിലോട്ട് വന്നുകൊണ്ടാണ് ഇതേപ്പറ്റി കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഇയാളെ പറ്റി ഞാൻ അന്വേഷിച്ചതുകൊണ്ടാണ് ഈ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്.